കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കേരള റിവൈവലിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതോടുകൂടി തൽക്കാലം കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഈ റിവൈവൽ റിലീജിയസ് പാർട്ട് തൽക്കാലം നിർത്തുവാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അതായത് പുതിയതായിട്ട് ഈ വരുന്ന പെന്തക്കോസ്റ്റൽ റിവൈവലുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ചോദിച്ചാൽ അതിനെന്താണ് പ്രാധാന്യം? പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിലെ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന 3 ഘടകവും ഏറ്റവും പ്രധാനമാണ്. അപ്പം അതിൻ്റെ ഒരു വിഭാഗം എന്ന് പറയുന്നവർ പൊളിറ്റിക്സിനെ പറ്റി എങ്ങനെ ചിന്തിക്കുന്നു, അതായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്ന ഏത് പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ കയറണമെന്ന് ഏറ്റവും വിധി നിർണ്ണയിക്കുന്ന സംഭവം അതാണ്. അപ്പം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവരുടെ പൊളിറ്റിക്സ്, അതായത് ഇവരുടെ രാഷ്ട്രീയം എന്താണ്, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, ഈ സിറിയൻ ക്രിസ്ത്യൻസ് ബേസിക്കലി വലിയൊരു ശതമാനം അവർ ബേസിക്കലി കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്, അവരുടെ ഫാമിലി ആണെങ്കിലും മറ്റും. അപ്പം ഈ സിറിയൻ ക്രിസ്ത്യൻസ് പെന്തക്കോസ്റ്റൽ ന്യൂ ഏജ് ചർച്ചിലോട്ടൊക്കെ പോകുമ്പോൾ, ന്യൂ ജനറേഷൻ ചർച്ചിലോട്ടൊക്കെ പോകുമ്പോൾ അവരാ പാരമ്പര്യമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായിട്ട് തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തും മധ്യ തിരുവിതാംകൂർ ഭാഗത്തും ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റ് പല ലോക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂവിൻ്റെ പേരിൽ ഇവർ വോട്ട് ലെഫ്റ്റിനും കോൺഗ്രസിനും മാറ്റി മാറ്റി ആ സാഹചര്യം അനുസരിച്ച് ചെയ്യാവുന്നത്. അതായത് ഇത് സ്റ്റേബിളായിട്ട് എവിടെയും നിൽക്കുന്ന ഒരു വോട്ടല്ല ബേസിക്കലി ഈ സിറിയൻ ക്രിസ്ത്യൻസ് വോട്ട് എന്ന് പറയുന്നത്. ഡിപ്പെൻസ് ഓൺ അത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അസംബ്ലി ഇലക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് പിണറായി വിജയൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് ഈ കോവിഡും മറ്റുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ പ്രളയം അതുമായിട്ട് കാരണം ഇവരൊരു എഡ്യൂക്കേറ്റഡ് ഗ്രൂപ്പ് തന്നെയാണ്. കാരണം അതിനെ നല്ലപോലെ സർവൈവ് ചെയ്യാൻ പിണറായി വിജയനും CPM-നും കഴിഞ്ഞു. എനിക്കറിയാം, എൻ്റെ ബന്ധുക്കളൊക്കെ ഈ സംഭവങ്ങൾ പറയുമ്പോൾ അപ്പോൾ അവർ അതിൻ്റെ ഒരു ഫാക്ടർ എടുത്തല്ലാതെ പിന്നെ കേരളത്തിൽ പല പ്രോജക്റ്റുകൾ പിണറായി വിജയൻ, കാരണം നാഷണൽ ഹൈവേ ആണെങ്കിലും ഈ LNG പൈപ്പ് ലൈൻ ആണെങ്കിലും ഈ ഇലക്ട്രിസിറ്റിയുടെ പവർ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് KV ലൈൻ കൊണ്ടുവരുന്ന കൂടംകുളം ലൈൻ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ പിണറായി വിജയൻ വളരെ പോസിറ്റീവായിട്ട്, അതായത് ഒരു പ്രോഗ്രസീവായിട്ടൊരു ഗവൺമെൻറ് എന്ത് കൊണ്ടുവരണം അത് ചെയ്യാൻ പിണറായി വിജയന് കഴിഞ്ഞു. അതായത് ഇച്ഛാശക്തി, അതിൻ്റെ പേരിലാണ് അവർ ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ വോട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പഴയകാല ഒരു ശത്രു എന്ന് പറയുന്നത്, കാരണം ഇവർക്ക് ബേസിക്കലി രാഷ്ട്രീയത്തിലോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഇവരെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്, കാരണം ഇവർക്ക് ബോസ് എന്ന് പറയുന്ന സംഭവമില്ല. ബോസ് ആകെ ക്രൈസ്റ്റേ ഉള്ളൂ, ഇവരുടെ രാഷ്ട്രീയം ക്രൈസ്റ്റേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു താല്പര്യവും ഇല്ല. കാരണം ഇവർ സ്കൂളും ആശുപത്രി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടത്തുന്നില്ലല്ലോ. കാരണം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഗോസ്പല് മാത്രമേ ഉള്ളൂ. അത് ടോപ്പ് ടു ബോട്ടമാണ്. അത് ഒരു പെന്തക്കോസ്തുകാരനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ്റെ പ്രൈമറി നീഡെന്ന് പറയുന്നത് ഗോസ്പലാണ്. അതിനുശേഷം മാത്രമേ അവനെ പോലും ചിന്തിക്കുന്നുള്ളൂ. അപ്പം അതാണ് ഇത് പഠിക്കേണ്ട. ഈ സോഷ്യോളജി പഠിക്കുന്നവർക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം അവൻ്റെ നീഡും അവൻ്റെ ആവശ്യവും അവൻ്റെ ലൈഫിലെ മാൻഡേറ്ററി ആയ കാര്യം എന്ന് പറയുന്നത് ഗോസ്പൽ മാത്രമേ ഉള്ളൂ. അതൊന്ന്. അപ്പം ഇവർക്ക് പലയിടത്തും കൺവെൻഷനും പ്രാർത്ഥനയും പ്രയറും ഒക്കെ നടത്തണം. അപ്പം പഴയ കാലങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയാണ്, സംഭവമൊക്കെ ഉണ്ട്. അപ്പം ആ സമയത്തേക്ക് ഇവരെ കൺവെൻഷനൊക്കെ നടത്താൻ നേരത്ത് ഇവർക്ക് പെർമിഷൻ വേണം. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും CID ഓഫീസിൽ നിന്ന് പെർമിഷൻ കിട്ടി കഴിയുമ്പോൾ അവിടെയൊക്കെ ഇവർ ഈ ബൈക്ക് വെച്ച് ഈ പറയുന്ന ബന്ധുക്കോസുകാരനല്ലാത്തവരൊക്കെ സാത്താനത്തൊക്കെ വിളിച്ചു പറയുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. കാരണം അതിനകത്ത് മറ്റുള്ള ക്രൈസ്തവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നീ സാത്താനാകുന്നു എന്ന് പറഞ്ഞ് ബൈക്കിൽ കൂടെ വിളിച്ച് അലറുമ്പോൾ ഇത് കേൾക്കുന്നവർ ചൊറിഞ്ഞു വരത്തില്ലയോ? നോർമലായിട്ടുള്ള സംഭവം. അതേപോലെ വിഗ്രഹ ആരാധനയ്ക്കെതിരെ പറയുന്നു, അത് പറയും. പക്ഷെ ഇപ്പോഴൊന്നും അതില്ല. കാരണം ഇപ്പോഴും ഈ ബന്ധക്കോസുകാർക്ക് മനസ്സിലായി ഈ പബ്ലിക്കിൽ എന്താണ് പറയേണ്ടത്. അവനും ബോധം വെച്ചു. പഴയ രീതിയിൽ വളരെ ഹാർഡ് കോർ ആയിട്ടാണ് വിളിച്ച് പറയുന്നത്. ഇങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ
അവിടെയുള്ള ഈ ഹിന്ദുക്കാരും അങ്ങനെ RSS ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിലാണ്. അപ്പം ഇവർ RSSുമായിട്ടൊരു സ്ഥിരം ഫൈറ്റായി പല സ്ഥലങ്ങളിലും. അത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കാരണം പല ഇഷ്യൂസായി ഇവരുടെ കൺവെൻഷൻ നടത്തത്തില്ലെന്ന് പറയുന്നു. കാരണം ഇവർക്ക് ഈ സമ്മറിൻ്റെ ആ സമയത്ത് എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റ് ആ മൂവ്മെൻറ്റിൻ്റെ ഒരു ആവശ്യമാണ്. ഒരു പരസ്യ പ്രചരണ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നത്. ആ ഉണർവ് കൺവെൻഷൻ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ഈ RSSൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്ന ഒരു സമയത്ത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിലും സോഷ്യോളജി നോക്കുകയാണെങ്കിൽ അതിലേകദേശം അന്നുണ്ടായിരുന്നു, അതായത് ഏകദേശം 50-60 വയസ്സുണ്ടായിരുന്ന 40-50 വയസ്സുണ്ടായിരുന്ന പല RSSകാർ, അതായത് ഇന്ന്, കാരണം അവർ ചെറുപ്പത്തിലാണ് ഈ സംഭവം. അപ്പം അവരിലൊരു 15 മുതൽ 20% RSSകാർ ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരായി. ഇതൊക്കെ ഡേറ്റ ഉണ്ട് എൻ്റെ കയ്യിൽ, കാരണം അക്യുറേറ്റ് ഡേറ്റയാണ്. ഇവർ പാസ്റ്റർമാരായി. പിന്നീട് നടന്ന സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന പെന്തക്കോസ്റ്റ് ഈ സംഭവം വളരെ അവിടെ ഇവിടെയും ചെറിയ രീതിയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ അവർക്കും പ്രശ്നമൊന്നുമില്ല, ഇവർക്കും പ്രശ്നമൊന്നുമില്ല. ഇവരുടെ കാര്യം. പിന്നെ പെന്തക്കോസ്റ്റുകാർ പഴയ പറയുന്ന രീതിയിലുള്ള പറച്ചിലൊക്കെ വളരെ അങ്ങ് കുറച്ചു. കാരണം അവർക്ക് മനസ്സിലായി ഈ പറയുന്ന ശ്രീൻ ക്രിസ്ത്യൻസിലുള്ളവരാണ് ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് വരാനുള്ളത്. അതുകൊണ്ട് അവരെ സാത്താനെന്നും പിശാചെന്നും വിളിക്കാതെ മര്യാദയ്ക്ക് സംസാരിച്ചാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചമാകുന്നുള്ള ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവരും കുറച്ച് താപ്പോട്ട് മൈൽഡാകാൻ തുടങ്ങി. ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഇങ്ങനെ അറ്റാക്കുകളൊന്നും പരസ്യമായിട്ട് മയക്കി വെച്ചൊന്നും പറയുന്നില്ല. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്, ഇവരുടെ ഏറ്റവും വലിയ കൺവെൻഷൻ നടത്തുന്ന സംഭവമാണ്. മറ്റൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക, അടുത്ത കാലത്ത് ഈ BD സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ പെന്തക്കോസ്റ്റുകാരുടെ പല കൺവെൻഷനിലൊക്കെ പോയിട്ട് ഈ ഗോസ്പലിൻ്റെ ബൈബിൾ വാക്കുകൾ കോട്ട് ചെയ്യാറുണ്ട്. ഈ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇത് കേൾക്കുന്ന മനസ്സിലായി പെട്ടെന്ന് സതീശൻ എന്താ ബോധം വന്നു. ഇത് റീസൺ എന്ന് പറയാൻ സതീശ് ഈ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരെക്കാളും പെട്ടെന്ന് പിടികിട്ടും. കാരണം സതീശന് മനസ്സിലായി ഈ പറയുന്ന പെന്തക്കോസ്റ്റുകാരും ന്യൂ ജനറേഷനും ചർച്ചുമാണ് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ നിർണായകം. ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു, 26% ഈ ശ്രീൻ ക്രിസ്ത്യൻസ് ഈ പെന്തക്കോസ്റ്റുകാർ കേരളത്തിലുണ്ട്. അത് റിയാലിറ്റിയാണെന്ന് ഈ പറയുന്ന തമാശയൊന്നുമല്ല. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ ഹിന്ദുക്കളിൽ നിന്നും പെന്തക്കോസ്റ്റി വന്നവർ ഇവരധികം ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. കാരണം ഒന്നത് കൂടുതൽ ഈഴവരാണ്, പിന്നെ നായർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ ആ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടും ഈ പറയുന്ന ലെഫ്റ്റുമായിട്ട് യോജിച്ച് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതുമായിട്ട് കംപ്ലീറ്റ് മേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഈ പറയുന്ന ഈ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഒന്നുമില്ല. അവർക്കും ഉള്ളിലുള്ള ഈ സംഭവം മാത്രമേ ഉള്ളൂ. നമ്മളിനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ മുനമ്പം ഇഷ്യൂ എടുക്കുക. ഈ മുനമ്പം ഇഷ്യൂൻ്റെ ലാറ്റിൻ കാത്തലിക്സ് ആണ് ഏറ്റവും അഫക്റ്റഡ്. പിന്നെ അവിടെ ധീരവ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള മത്സ്യത്തൊഴിലാളികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി. പക്ഷേ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തും ഏറ്റവും കൂടുതൽ ഈ മുനമ്പം ഇഷ്യൂ ചർച്ച ചെയ്യുന്നത് ഈ പെന്തക്കോസ്റ്റുകാരാണ്. അവർ ഭയങ്കരമായിട്ട് അതിനകത്ത് കോൺഗ്രസിനെ ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗിനെ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ പല വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. കാത്തലിക്സിനേക്കാളും ലാറ്റിൻ കാത്തലിക്സിനേക്കാളും വലിയ രീതിയിലുള്ള തീരുമാനവും ചർച്ചയും നടക്കുന്നത് ഈ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിലാണ്, ഈ മുനമ്പ് ഇഷ്യൂവിൽ. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിറിയൻ കാത്തലിക്സിലോ മറ്റുള്ള സിറിയൻ സഭകളിലോ ഒന്നും അല്ല. കാരണം അവരിത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട്, കാരണം അവർ പറയുന്നത് ഒരിക്കലും അവിടെ ഇൻജസ്റ്റീസ് ആണ് നടത്തുന്നത്. അതിൻ്റെ പേരിൽ കോൺഗ്രസുമായിട്ട് പല ആൾക്കാരും CPM അകലുന്നുണ്ട്. കാരണം ഇവരെല്ലാം ഈ പറയുന്ന ഹിന്ദുക്കളിൽ നിന്നും ഈ പറയുന്ന മറ്റു വന്നവരാണ്. അതാണ് എൻ്റെ ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവർക്ക് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ ക്രിസംഗി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്, പ്രധാന സോഷ്യോളജിയാണ് ഇഷ്യൂ. ഈ BJPയോടും മോദിയോടും താല്പര്യം കൂടിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇതിനകത്ത് കാത്തലിക്സ് അല്ല കൂടുതൽ, ചുമ്മാ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇപ്പം ട്രംപുമായിട്ട് ബൈഡൻ മത്സരിച്ച സമയത്ത്
അപ്പം ബൈഡൻ എന്ന് പറഞ്ഞാൽ കാത്തലിക്ക, ട്രംപ് ആണെങ്കിൽ പാക്ക പെന്തക്കോസ്റ്റ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കാത്തലിക്സ് അച്ഛന്മാരും കാത്തലിക്സ് കമ്മ്യൂണിറ്റിയും അമേരിക്കയിലുള്ള കാത്തലിക്സ് കമ്മ്യൂണിറ്റിയും എന്തുകൊണ്ടാണ് ബൈഡനെ എതിർത്ത് ട്രംപിനെ സപ്പോർട്ട് ചെയ്തത്? അതിൻ്റെ റീസൺ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ തമാശ കേരളത്തിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് റീസൺ എന്ന് പറയുന്നത് ബൈഡൻ ഈ ട്രംപ് എപ്പോഴും ബൈബിളും എടുത്താണ് നടക്കുന്നത്. അതാണ് ഇപ്പം ഇന്നലത്തെ ഉദ്ഘാടന സമയത്ത് നിങ്ങൾ കണ്ടു കാണും, മറ്റേ ഇനാഗ്രേഷൻ. ട്രംപിൻ്റെ പെന്തക്കോസ്റ്റ് പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം കയറി കെട്ടിപ്പിടിച്ചത്. അവിടെ കാത്തലിക്സ് അച്ഛനും ജൂയിഷിൻ്റെ ആൾക്കാരും പ്രെയർ ചെയ്തപ്പോഴും അതേപോലെ ആവേശം കണ്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാരണം അമേരിക്കയുടെ ഒരു തിയോളജി ആ രീതിയിലാണ് പോകുന്നത്. ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്, അമേരിക്കൻ ബ്ലാക്ക് ആണ് ആ ഒരു പ്രെയർ നടത്തിയത്. അത് വളരെ ഹൈ പിച്ചിലോട്ട് ആ പ്രെയറിങ് കൊണ്ടുപോയി. റിയാലിറ്റി അതേപോലെ തന്നെ ഈ ട്രംപ് ഈ പറയുന്ന ബൈബിളും കൊണ്ട് ബൈബിൾ വാചം പുള്ളി പറയുന്നത് ഞാൻ പക്കാ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രൈസ്റ്റ് പറയുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ മറ്റൊരു ഘടകമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പല കാത്തലിക്സ് അച്ഛന്മാരും കാത്തലിക്സ് വിശ്വാസികളും ട്രംപിനെ പിന്തുണയ്ക്കുക. അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ എന്നുള്ള സംഭവമാണ്. കാരണം മറ്റേത് വലിയ സെക്യുലറും സോഷ്യോളജിയും ഒക്കെ പറയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, ഗോസ്പലാണ് പറയുന്നത്. അതൊരു ഘടകമാണ്. അത് കേരളത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹമാസ് ഇസ്രായേൽ വാർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചില പോയിന്റുകളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു എപ്പോഴും കോട്ട് ചെയ്യുന്ന ഹോളി ബൈബിളാണ്. ഈ ഹോളി ബൈബിളും ഹോളി ലാൻഡും ഗോസ്പലും ക്രിസ്ത്യാനിറ്റിയും ഇത് ഒന്ന് നടക്കുന്ന അമേരിക്കയിൽ, ഒന്ന് നടക്കുന്ന ഇസ്രായേലിൽ. അപ്പോൾ കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ള ഈ പെൻഡക്കോസ്റ്റുകാരിലും ഈ പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിലും കാത്തലിക്സ് ആണെങ്കിലും ഇവരിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയ റിയാലിറ്റിയാണ്. ഇത് തമാശയല്ല ഇത് പറയുന്നത്. കാരണം അവർക്ക് ആ സമയത്ത്, കാരണം ഹോളി ലാൻഡ് ജെറുസലേം ക്രൈസ്റ്റിൻ്റെ സിറ്റിയാണ്. അവിടെ ബോംബിടണമെന്ന് പറയുമ്പോൾ അതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേൽ ഇത്ര സപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പല ആൾക്കാരനെ ഈ പറയുന്ന മലയാളികളുടെ അകത്ത്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അത് അവർ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. അത് മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനും ഈ മുസ്ലിം പ്രീണനം നടത്തുന്ന CPM മനസ്സിലായിട്ടില്ല. അതവന് വോട്ട് ചെയ്യും. അവനെ ജനാധിപത്യ പ്രക്രിയകൾക്ക് വോട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാകാൻ പോകുന്നത്. ഇനി അടുത്ത പോയിന്റ്, എന്തുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ മോദിയോടും BJPയോടും താല്പര്യം? അതിന് പോയിന്റ് ഉണ്ട്. ഇത് തമാശയല്ല ഇതിൻ്റെ അകത്ത്. ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റ് ആണെങ്കിൽ വന്ന് കൺവേർട്ട് ചെയ്തവരാണെങ്കിലും ഇവരെല്ലാം എഡ്യൂക്കേറ്റഡാണ്. ഇവർക്കറിയാവുന്നൊരു വസ്തുതയുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് കഴിഞ്ഞ 10-11 വർഷം കൊണ്ടാണ് ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത്. അതായത് നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും കമ്മ്യൂണിസ്റ്റുകാരും പഠിപ്പിക്കാനൊന്നും അവരെ പോകണ്ട. കാരണം നിങ്ങളെക്കാൾ അവർക്കറിയാം. കാരണം അവർ വളരെയധികം കമ്മ്യൂണിക്കേറ്റഡ് ആണ്, കാര്യങ്ങൾ ധരിക്കുന്നവരാണ്. കാരണം ഞാൻ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഹാർഡ് കോർ ആയിട്ടുള്ള കോൺഗ്രസ് വിശ്വാസിക്കുള്ള പെന്തക്കോസുകാരനും മറ്റുള്ളവർക്കും അറിയാം. മോദി വന്നിട്ടാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ ചേഞ്ചസ് ഉണ്ടായത്. അതായത് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഓരോ ഇന്ത്യക്കാരനും മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇത് നമ്പർ 1. അത് വിശ്വസിക്കുന്നവരാണ് ഈ പറയുന്ന പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ മഹാഭൂരിപക്ഷവും. കാരണം ഇന്ത്യ ഡെവലപ്പ് ചെയ്യണം. കാരണം ഇന്ത്യ ഡെവലപ്പ് ചെയ്താൽ അവനും അവൻ്റെ കുടുംബവും അവൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് അവർ 0 ടോളറൻസ് ആണ് കറപ്ഷന് കൊടുക്കുന്നത്. അതായത് കറപ്ഷൻ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെന്ന് താല്പര്യമുള്ളവരാണ്. കാരണം അത് ആൻറ്റി ക്രൈസ്റ്റും ആൻറ്റി ക്രിസ്ത്യനാണെന്ന് അവർ വിശ്വസിക്കുന്നത്. അപ്പം അത് മോദി ചെയ്യുമ്പോൾ മോദിയോട് താല്പര്യം കൂടുന്നുണ്ട്. പിന്നെ അതിനേക്കാളും ഇവരെ ഏറ്റവും കൂടുതൽ BJPയോട്, പ്രത്യേകിച്ച് മോദിയോട് അടുപ്പിക്കുന്നത് ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഇസ്രായേൽ ഇഷ്യൂ. ഇത് കേരളത്തിലെ കമ്മികൾക്കും കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടില്ല സംഭവം. ഇസ്രായേലിന് എത്രമാത്രം സപ്പോർട്ടാണ് കേരളത്തിലെ ക്രൈസ്തവർ കൊടുക്കുന്നത്. അത് അമേസിങ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിന് അപ്പുറത്താണ്. കാരണം അവരുദ്ദേശിക്കുന്നത് അവരുടെ ക്രൈസ്റ്റിൻ്റെ പ്ലേസ് ആണ്. അത് ഹോളി ലാൻഡാണ്. ബെഞ്ചമിൻ നെതന്യാഹു
ടെററിസത്തിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഇസ്ലാം ഭീകരതയ്ക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. സംഭവം സിമ്പിളാ. അതുകൊണ്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുമ്പം ട്രംപിന് സപ്പോർട്ട് കിട്ടുന്നു, നതന്യാഹുവിന് സപ്പോർട്ട് കിട്ടും. അതാണ് ബേസിക്കലി ക്രിസംഖികൾ ഇത്രയും കൂടാനുണ്ടായ കാരണം. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊട്ടത്തരമൊന്നും അല്ല. അതിൻ്റെ അകത്ത് അതൊരു പൊളിറ്റിക്സാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് CPMന്റെ നേതാവ് ബിട്ടാസ്, അതായത് പാർലമെന്റിൽ പറയുമ്പോൾ ശിവശങ്കർ എന്ന് പറയാതെ ജയശങ്കർ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് പറ്റില്ല, ഇന്ത്യയുമായിട്ടുള്ള സ്നേഹമാണ്. അതോടുകൂടി ജയശങ്കർ ഹീറോയായ അവരുടെ അകത്ത് പെട്ടെന്ന് മോദിയായിട്ട് തീർക്കാൻ ഇന്ത്യയുമായിട്ട് ഇസ്രായേലിൻ്റെ ബന്ധം ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന പെൻഡക്കോസ്റ്റ് ക്രിസ്ത്യൻ കാണുമ്പോൾ പൊട്ടരാക്കാൻ ശ്രമിക്കരുത്. കേരളത്തിൽ ഏറ്റവും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഇവർ. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പെൻഡക്കോസ്റ്റ് കമ്മ്യൂണിറ്റി. അവർ നിങ്ങൾ ഈ പറയുന്നത് ഈ TV വന്ന് പറയുമ്പോഴൊക്കെ അവരിത് പുച്ഛിച്ചൊക്കെ തള്ളുക. കാരണം അവർക്കറിയാം ഇതൊന്നുമല്ല. കാരണം നിങ്ങൾ പറയുന്നത് പൊട്ടത്തരമാണെന്നറിയാം. കാരണം നിങ്ങൾ ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്കും ഹമാസ് അവർ ഭീകരരല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ കൺസേൺഡ്, അവർക്കറിയാം ഇതല്ല, നിങ്ങൾ ഈ പറയുന്ന പൊട്ടത്തരമാണ്. അതുകൊണ്ടാണ് BJPയുടെ ബേസ് കേരളത്തിൽ കൂടാനുണ്ടായ കാരണം. നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക. അപ്പം അങ്ങനെ വരുവാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എങ്ങനെ മാറും? ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കയറി അങ്ങ് സോളിഡ് ആവും. ഇതാണ് ഞാൻ കാണുന്ന എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് 15-20 സീറ്റ് BJP പിടിക്കും. പക്ഷേ അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഇവർക്ക് പറ്റിയ ഒരു ക്രിസ്ത്യൻ ലീഡേഴ്സ് BJPയിലില്ല. അപ്പം അവർ പറയുന്ന ചില പേരുകളൊക്കെയാണ്. ഞാൻ ഒന്ന് ഈ ഷോൺ ജോർജിൻ്റെ പേര് പറയുന്നുണ്ട്, അതായത് PC ജോർജിൻ്റെ മോൻ. PC ജോർജിന് താല്പര്യം, അയാളുടെ വായിൽ വളവളാന്ന് വർത്താനം കോടാലി വാഹന താല്പര്യമില്ല. അതേപോലെ അനൂപ് ആന്റണി എന്നും പറഞ്ഞ് വേറൊരു BJPക്കാരൻ അയാളുടെ പേര് പറയും. അപ്പം മനസ്സിലാക്കേണ്ട BJP നേതൃത്വം നിങ്ങൾക്ക് നല്ലപോലെ ഫൈറ്റ് കിട്ടി ഈ പറയുന്ന ക്രിസ്ത്യൻ പെൻഡക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ അവരുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള ലീഡേഴ്സിനെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അവർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളൊരു കരിസ്മാറ്റിക്കായിട്ട് നല്ലൊരു ലീഡർഷിപ്പ് കൊടുക്കുന്നില്ല. ഇതിലവർ കൺസേൺഡ് ആണ്. ഇതാണ് അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുക. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ലെഫ്റ്റും ഈ പറയുന്ന UDF ഒന്നും ജയിക്കത്തൊന്നുമില്ല. കാരണം ഇവർ കയറി 10-30 സീറ്റ് കയറി പിടിക്കും. ഇതാരാ ജയിക്കുന്നത്? അതാണെന്ന് കേരളത്തിൻ്റെ വരാൻ പോകുന്ന പൊളിറ്റിക്സിൽ ഈ പറയുന്ന പെൻഡക്കോസ്റ്റ് ന്യൂ ജനറേഷൻ ചർച്ച്, അത് നിങ്ങൾ ഉദ്ദേശിച്ച കാത്തലിക്സിനേക്കാളും കാരണം ഭയങ്കര സോളിഡായവർ. കാരണം ഇവർക്ക് ശരിക്കും വോട്ടുണ്ട്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓർത്തഡോക്സിൻ്റെ 4 ലക്ഷവും കാത്തലിക്സിൻ്റെ ഇത്ര ലക്ഷവും ഒന്നും അല്ല. ഇവർ N ബ്ലോക്കായിട്ട് കയറി വോട്ട് ചെയ്യും. അപ്പം അതിനെയാണ് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസും തീർന്നു പോകും, ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തരും. അതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ലീഗ് എവിടെ പോകും. അപ്പം ഇവിടെ സാദിഖിൽ പറയുന്നത് മുസ്ലിം അതായത് ഏകീകരണം. തിരിച്ചിപ്പുറത്തെ ക്രിസ്ത്യാനി ബന്ധുക്കോസുകാർ മാത്രം ഏകീകരിച്ചാൽ മതി, ലീഗ് തീർന്നു പോകും. അതെ, ഇവിടെ ജയിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ബേസിക്കലി ഇവരുടെ ശരിക്കുമുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത്.